Dubai Gold and Diamonds, Pride of Generations. പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ശതാബ്ദി ആഘോഷവും യാത്രയയപ്പും നടത്തി. മന്ത്രി എം ബി രാജേഷ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കാണേണ്ടത് നമ്മുടെ സർക്കാർ സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങൾ ഇന്ത്യയിൽ മറ്റെവിടെയുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്നത് അത് നമുക്ക് അഭിമാനപൂർവ്വം തന്നെ പറയാൻ. സർക്കാർ സ്കൂളുകൾ മാത്രമല്ല മെച്ചപ്പെട്ടത്, അവിടുത്തെ വിദ്യാഭ്യാസം ഗുണമേന്മയുള്ളതാണ്. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ നല്ല മികവുള്ളവരാണ്. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മികവ് വർദ്ധിക്കുന്നത്. 2 ആഴ്ച മുമ്പാണ് ഏസർ റിപ്പോർട്ട് പുറത്തു വന്നത്. ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് എന്നതിന്റെ ചുരുക്കമാണ് ഏസർ. ആ ഏസർ റിപ്പോർട്ടിന്റെ തലക്കെട്ട് ദേശീയ മാധ്യമങ്ങളിലെല്ലാം വന്നതെന്നായിരുന്നു എന്ന് ചോദിച്ചാൽ തലക്കെട്ട് എങ്ങനെയായിരുന്നു? കൗമാരക്കാർക്ക്, ഇന്ത്യയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന കൗമാരക്കാർക്ക് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ വാചകം പോലും തെറ്റായി വായിക്കാൻ കഴിയുന്നില്ല ഭൂരിഭാഗം. എന്നാൽ കേരളത്തിലെ 90%-ലധികം കുട്ടികളും ഇംഗ്ലീഷ് പ്രൊഫഷൻസിയിൽ ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി വി ആർ ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് കെ ഷംസുദ്ദീൻ ഉപഹാര സമർപ്പണം നടത്തി. നാഗലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM രാജൻ, മെമ്പർമാരായ അസീബ് റഹ്മാൻ, സരോജിനി, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാന ജില്ലാ മേളയിൽ പങ്കെടുത്തവർക്കുള്ള അനുമോദനവും എൻഡോൺമെന്റ് വിതരണവും നടത്തി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി.